നമസ്കാരം. ചൈനയും പാകിസ്ഥാനും ഒത്തുകളിച്ച് ഇന്ത്യയെ എങ്ങനെയെങ്കിലും തറപറ്റിക്കാൻ പല കളികളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലം തടഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇതിന് ഇന്ത്യ ചുട്ട മറുപടിയും നൽകി. ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിലൂടെ ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വിലപ്പോവില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. ഇതിന്റെ ഫലമായി കടുത്ത ചൂടിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കൃഷിക്കടക്കം വെള്ളമില്ലാതെ ജനങ്ങൾ വലയുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ്. ഇതിന് പിന്നാലെയാണ് സമാന സാഹചര്യം ഇന്ത്യക്കുമുണ്ടായാലോ എന്ന തരത്തിൽ പാകിസ്ഥാൻ ഒരു പ്രസ്താവന നടത്തിയത്. അതേസമയം ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ അപൂർവ ധാതുക്കൾ നൽകാതെ ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ ചൈന ഇപ്പോൾ പെടാപ്പാടുപെടുന്നുണ്ട്. പാകിസ്ഥാന്റെ കയ്യിലുള്ള ചൈനയുടെ യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും റോക്കറ്റുകളും തകർത്തത് ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈൽ പവറും ചൈന കൊണ്ടറിഞ്ഞതാണ്. ഇതോടെ മിസൈൽ ബ്ലേഡുകൾ ഉണ്ടാക്കാൻ ചൈന നൽകുന്ന റയർ എർത്ത് മഗേറ്റ് ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചൈന. ഇത് ഇന്ത്യയുടെ മിസൈൽ രംഗത്തെ കുതിപ്പിന് തന്നെ തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ വൈദ്യുത വാഹന രംഗത്തെ കുതിപ്പിനും മൊബൈൽ ഫോൺ നിർമ്മാണ കുതിപ്പിനും ഇത് തടസ്സമാകും. എന്നാൽ ചൈനയ്ക്ക് ഈ പറയുന്ന രീതിയിലൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് റയർ എർത്ത് മാഗ്നറ്റ് നൽകാൻ ചൈന മടിക്കുന്നതോടെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും വാഹന നിർമ്മാതാക്കളും ചൈനയിലേക്ക് പോവുകയാണ്. ചൈനയുമായി സംഭാഷണം നടത്തി ഇതിനൊരു പോംവഴി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ഇന്ത്യയുടെ സംഘം അടിയന്തരമായി ചൈന സന്ദർശനത്തിനാണ്. ഇന്ത്യക്കും യുദ്ധജെറ്റും ഇലക്ട്രിക് വാഹനം നിർമ്മിക്കാൻ ഇതേ റയർ എർത്ത് മാഗ്നറ്റ് ചൈനയിൽ നിന്നും വരണം. ഭൂമിയിലെ അപൂർവ ധാതു ശേഖരം കൈയടക്കി വെച്ച് ചൈന ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കാൽക്കീഴിലാക്കിയിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോൺ വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവ ധാതു ശേഖരത്തിന്റെ 70% ചൈനയുടെ കൈകളിലാണ്. നിയോഡൈമിയം, ബോറോൺ, അയോൺ എന്നീ റയർ എർത്ത് മൂലകങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് റയർ എർത്ത് മാഗ്നറ്റ്. 2024-25 ഇന്ത്യ 807 മെട്രിക് ടൺ റയർ എർത്ത് മാഗ്നറ്റ് ആണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. വൈദ്യുതി കാറുകൾ ഉണ്ടാക്കാനും പ്രതിരോധ ആയുധങ്ങൾ ഉണ്ടാക്കാനുമാണ് ഇത് അത്യാവശ്യം. ചൈന ഇത് യൂറോപ്പിന് നൽകാതിരുന്നാൽ BMW, മെഴ്സിഡീസ് കാർ കമ്പനികളിൽ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു. എന്നെങ്കിലും US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ശീതയുദ്ധമുണ്ടായാൽ ഈ അപൂർവ ധാതുശേഖരങ്ങൾ നൽകാതെ പിടിച്ചുവെക്കാം എന്നത് ചൈനയുടെ ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ ഒരുക്കിവെച്ച യുദ്ധതന്ത്രമായിരിക്കണം. അതിപ്പോഴാണ് പുറം ലോകം അറിഞ്ഞതെന്നും മാത്രം. ചൈനയ്ക്കെതിരെ 145% ഇറക്കുമതി തീരുവ ചുമത്തിയ ട്രംപിന് അത് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടി വന്നതിന് പിന്നിൽ ഈ ചൈനയുടെ കുരുട്ടുബുദ്ധിയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.